മാതാവും പിതാവും ടോമിനോട് സംസാരിച്ചു. വാക്കുകളിലേക്ക്. പോക്സോ കേസിൽ ഇരകളായ 2 കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത്. ഇവരുടെ 8ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് മുത്തശ്ശനാണ്. മുത്തശ്ശനെതിരെ പരാതിയുമായി ഇവർ, അതായത് ഈ അച്ഛനും അമ്മയും, പോലീസിനെ സമീപിച്ചു, കോടതിയിൽ സമീപിച്ചു. പിന്നീട് മുത്തച്ഛന്റെ അറസ്റ്റ് ഉണ്ടായി. അറസ്റ്റിന് ശേഷം 30 ദിവസം ജയിലിൽ കിടന്ന ശേഷം മുത്തച്ഛൻ, അതായത് ഉന്നത ബന്ധമുള്ള മുത്തച്ഛൻ, ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായത്. മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചൈൽഡ് ലൈനിന്റെ പരാതിയുണ്ട്. ആ കേസിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടായ സംഭവം കേരളത്തിലെ നമ്മുടെ നിയമവ്യവസ്ഥയെ, പോലീസ് സംവിധാനത്തെ അടക്കം ലജ്ജിപ്പിക്കുന്നതാണ്. അതായത് ഈ പരാതിക്കാരായ അച്ഛനെയും അമ്മയെയും പോലീസും നമ്മുടെ കോടതിയും അടക്കം വേട്ടയാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 1.5 വർഷം മുൻപാണ് ഈ സംഭവം, ഈ പോക്സോ കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവരനുഭവിച്ച, ഇന്നും സ്വന്തം മക്കൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്ന ഒരു അച്ഛനും അമ്മയും. 2022 മാർച്ച് മാസമാണ് മക്കൾ വീട്ടിലേക്ക് ഞങ്ങൾ വിടുന്നത്. അന്ന് തൊട്ട് കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മക്കളെ വിളിക്കുമ്പോഴൊക്കെ മക്കൾ എന്തെങ്കിലും കാര്യം ബിസി ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളും അത് വിശ്വസിച്ചു, അച്ഛനും അമ്മയും വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് വിശ്വസിച്ചു. 2-3 മാസത്തിന് ശേഷമാണ് ഞാനും ഹസ്ബൻഡും വീട്ടിലോട്ട് എത്തുന്നതും. കുട്ടികൾ എങ്ങനെയാണോ ഞാൻ അങ്ങോട്ട് വിട്ടത് അതുപോലല്ല കുട്ടികൾ. നിങ്ങൾ ആലപ്പുഴ മാവേലിക്കരയാണ് നിങ്ങളുടെ വീട്. നിങ്ങൾ ആ സമയം നിങ്ങൾ രണ്ടുപേരും, നിങ്ങളുടെ അച്ഛനും അമ്മയും ഡൽഹിയിലായിരുന്നു. ഇതിന് അവധിക്ക് വെക്കേഷനാണ് അവർ രണ്ടുപേരെയും നിങ്ങളുടെ അച്ഛന്റെ വീട്ടിലേക്ക്, നിങ്ങളുടെ തറവാട്ടിലേക്ക് വിടുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വിടുവാണ്. കുട്ടികളെ വിട്ടതിന് ശേഷം ഇങ്ങോട്ട് കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഫോൺ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. മക്കൾ ബിസിയാണ്, അത് കളിക്കുവാണ്, അല്ലെ അവർ പഠിക്കുവാണ്, മലയാളം പഠിക്കുവാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഞാനൊരു 2 മാസത്തിന് ശേഷം ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് കുട്ടികളാകെ ഡള്ള. അവർ സംസാരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഭയങ്കര പേടി, എപ്പോഴും മുറിയിലിരിക്കുക, ഭയങ്കര പേടിച്ചിരിക്കുക. അങ്ങനെ ഒരു ദിവസം മോൻ എന്നോട് പറയുകയാണ്, അമ്മ മോളുടെ ബുക്ക് എടുത്ത് നോക്കാൻ. എൻ്റെ മോള് ബുക്കിലെല്ലാം എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട്, അങ്ങനെ ബുക്ക് എടുത്ത് നോക്ക് എന്ന്. 3 മക്കളുണ്ട്, അതിൽ മൂത്ത മകനാണ് ഇത് പറഞ്ഞത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. മോൻ ഇതൊക്കെ കണ്ടതാണ്. മോൻ ഇതെല്ലാം കണ്ടു. അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചു നോക്കുന്നു. ബുക്കിൽ അന്നേരം മോള് എഴുതിയേക്കുവാണ്, ഐ ഹേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, പ്ലീസ് ഗോഡ് സേവ് അസ് ഫ്രം അച്ഛ, അമ്മ ആൻഡ് അവർ ഫാമിലി എന്നൊക്കെ ഒരു മോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുവാണ്. ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ് മോൾക്കുണ്ടായ അനുഭവങ്ങൾ മോൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, മോൾ എഴുതിയ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി മോൻ വന്ന് ബഹളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ്. അന്നേരം മോള് ഓടി അമ്മൂമ്മ എടുത്തേലും അമ്മൂമ്മ ഒരു അപ്പൂപ്പന്മാരൊക്കെ ആയ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞു മോളെയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും മെൻ്റലി അത്രയും ഇതായി. അങ്ങനെ അവൾ പേടിച്ച് ഭയങ്കര പേടിയാണ്. അത് സംഭവങ്ങൾ എന്നോട് പറയാൻ പോലും മോൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ മോൾ എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ ഇത് ബേസ് ചെയ്ത് കുറച്ച് ദിവസം ഞങ്ങളും ട്രോമയിലായിപ്പോയി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് അച്ഛനായതുകൊണ്ട് ചോദിക്കാനുള്ള മടി കൊണ്ട് എന്താണ് സത്യം, എങ്ങനെയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലായി ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത്. അവർ കുറേ നാടകം കളിക്കാൻ തുടങ്ങി വീട്ടിൽ. അങ്ങനെ അവസാനം ഒരു ദിവസം ഹസ്ബൻഡിനോട് അച്ഛനും അമ്മയും വിളിച്ച് മുറിയിലിരുത്തി പറയുവാണ്, മോനെ അച്ഛൻ ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. അമ്മ പറയുവാണ്, അച്ഛൻ